ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നമ്മുടെ ലാസ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ SBIയുടെ ക്ലർക്കിന്റെയും പിയുടെയും നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ തൊട്ടാണ് അങ്ങോട്ട് വന്നു തുടങ്ങിയത്. സെപ്റ്റംബറിലും നവംബറിലും ആയിട്ട് ആണ് നമുക്ക് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ നടന്നത് ആ ഒരു നവംബർ ഡിസംബറിലൊക്കെ ആയിട്ടാണ് നമ്മുടെ എക്സാംസ് നടന്നത്. നവംബർ ആൻഡ് ഡിസംബർ ജനുവരി ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ പ്രിലിംസ് മെയിൻസ് അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ തന്നെ നടത്താം. സോ അഗെയിൻ നമുക്ക് ഈ വർഷത്തെ SBIയുടെ എക്സാംസിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ SBIയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഒരു ഡ്രീമാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പലരുടെ ഒരു ഡ്രീം ആണ്. ഒരുപാട് സമയം എടുത്താണ് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ നല്ല സാലറി, വളരെ നല്ല പോസ്റ്റ് ആൻഡ് SBIയെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വിളിക്കുന്ന സമയത്ത് മെയിൻലി 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ SBIയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഒന്ന് SBIയുടെ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ, നമ്മളതിനെ SBIയുടെ ജൂനിയർ അസോസിയേറ്റ് എന്നൊക്കെ ആണ് നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് SBIയുടെ പ്രൊബഷണറി ഓഫീസർ, നമ്മുടെ POയുടെ വേക്കൻസിക്ക്. അതുപോലെ തന്നെ പിന്നെ വിളിക്കുന്നതാണ് SBIയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ, SO എന്ന് പറയും. നമ്മൾ അതിനെ PO, SOയും ക്ലർക്കും. അപ്പോൾ SBIയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് അത് വിളിക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ IT, ലോ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും അത് എഴുതാൻ പറ്റുന്നത്. അതിൽ ഓരോരോ സബ്ജക്ട് പഠിച്ചവർക്ക് ഒരു സെപ്പറേറ്റ് വേക്കൻസീസും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും, ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന 2 എക്സാംസ് ആണ്. ഒന്ന് SBIയുടെ ക്ലർക്കും SBIയുടെ PO എന്ന് പറയുന്നത്. സോ ഈ ഒരു 2 നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് വരും. അപ്പോൾ ആ 2 നോട്ടിഫിക്കേഷന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓൾറെഡി ഇപ്പം ബാങ്ക് എക്സാംസ് ഒരുപാട് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർ ആ ഒരു എക്സാംസ് കഴിഞ്ഞ് ഇപ്പോൾ SBIയുടെ പ്രിപ്പറേഷനിലേക്ക് ഇനിയിപ്പം പോകുവാണ്. അപ്പോൾ അവിടെയും കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി നമുക്ക്. അതിൻ്റെ ഓൾറെഡി പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ വേക്കൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം യൂഷ്വലി നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. 10,000-ഓളം വേക്കൻസി ഉണ്ട്, 12,000-ഓളം വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ വേക്കൻസി എന്ന് പറയുന്ന ഈ ഒരു കൗണ്ട് ശരിയാണോ? ലൈക്ക് ഈ 10,000, 12,000 ഒക്കെ പറയുന്ന വേക്കൻസീസിന്റെ ആ ഒരു കേൾക്കുന്ന നമ്പേഴ്സ് അത് ജസ്റ്റ് ഒരു ഹൈപ്പ് ചെയ്ത് പറയുന്ന നമ്പേഴ്സ് ആണോ, ശരിക്കും ആ നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ SBIയുടെ POയുടെ പ്രീവിയസ് ഇയർ വിളിച്ചിട്ടുള്ള വേക്കൻസിയുടെ ഒരു കൗണ്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് 2018 തൊട്ടുള്ള ഇയേഴ്സിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ 2018, 19, 20, 21 അതിനുശേഷം 23 നമുക്ക് ഈ വർഷങ്ങളിലൊക്കെ വിളിച്ച സമയത്ത് നമുക്ക് അവിടുത്തെ വേക്കൻസീസ് നിങ്ങൾ കാണാൻ പറ്റും. 2,000+ വേക്കൻസീസ് ആണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും 2,000+ വേക്കൻസി അല്ലെങ്കിൽ കറക്റ്റ് 2,000 വേക്കൻസി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2024 ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു കോവിഡ് സമയം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ചെറിയൊരു എന്താ പറയുക, അവിടെ വേക്കൻസിയിൽ ചെറിയൊരു ഡിലേസും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ബട്ട് അതർവൈസ് നമ്മൾ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വിളിച്ച സമയത്തെല്ലാം തന്നെ വേക്കൻസീസ് എത്ര ഉണ്ടായിരുന്നു? 2,000 വേക്കൻസി ഓർ 2,000+ വേക്കൻസി ഉണ്ടായിരുന്നു. സോ ഈ വർഷവും നമുക്ക് ഏറ്റവും മിനിമം പിടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എത്ര വേക്കൻസി ഉറപ്പായിട്ടും പറയാൻ പറ്റും? 2,000 വേക്കൻസി എന്തായാലും ഈ വർഷവും കാണും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് SBIയുടെ POയുടെ വേക്കൻസിയുടെ ഒരു കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മുടെ SBIയുടെ ക്ലർക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് SBIയുടെ ക്ലർക്കിന്റെ വേക്കൻസിയുടെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2019 9,000+, 20 8,000+, 21 കോവിഡ് ആ സമയത്ത്, 21, 22 ആ സമയത്ത് റിക്രൂട്ട്മെന്റ് കോവിഡ് സമയമായതുകൊണ്ട് ആ ഒരു സമയത്ത് റിക്രൂട്ട്മെന്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 5,500 അടുപ്പിച്ചായിരുന്നു അതിന്റെ ഒരു കൗണ്ട് വന്നത്. ആൻഡ് 2023 അഗൈൻ ബാക്ക് ടു പഴയ പോലെ തന്നെ അഗൈൻ 8,000+ വേക്കൻസി ആണ് വന്നത്. സോ ഈ വർഷം 2024 നമ്മൾ ഏറ്റവും മിനിമം ഒരു നോർമൽ കൗണ്ട് പിടിച്ചാൽ പോലും നമുക്ക് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്? 2024 8,000-ഓളം വേക്കൻസീസ് നമുക്ക് ഈ വർഷവും എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 8,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്ലർക്കും PO കൂടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ക്ലർക്ക് ആൻഡ് PO SBIയുടെ ക്ലർക്കും അതുപോലെ PO കൂടി നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലർക്കിന് ഈ പറഞ്ഞ ഏറ്റവും മിനിമം ഒരു 8,000 ആൻഡ് POയ്ക്ക് ഏറ്റവും മിനിമം ഒരു 2,000 എടുത്താൽ പോലും നമുക്ക് എത്രത്തോളം വേക്കൻസീസ് വരുന്നുണ്ട്? 10,000 വേക്കൻസീസ് നമുക്ക് അവിടെ ഉറപ്പായിട്ടും വിളിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഷുവർ ആണ് ആ 10,000 എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ ആ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ വേക്കൻസീസ് കൂടി എടുക്കുകയാണെങ്കിൽ അതൊരു 500 to 1,500 ഇടയ്ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസി കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 11,000, 12,000-ഓളം വേക്കൻസീസ് എന്തായാലും നമുക്ക് വരുമെന്ന് പറയാൻ പറ്റും. ആ ഒരു SO
സ്പെഷ്യലിസ്റ്റ് ഓഫീസറുടെ ഒരു വേക്കൻസി എടുക്കുന്ന സമയത്ത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ വർഷത്തെ നമ്മുടെ നേരത്തെ നടന്ന ഒരു ഇന്റർവ്യൂവിൽ SBIയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം 2025 ആ ഒരു ഫിനാൻഷ്യൽ ഇയർ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ അവര് കുറെ ഫ്രഷ് ഫേസസ് നമ്മുടെ SBIയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12,000-ഓളം എന്നാണ് പറഞ്ഞിരുന്നത് SBIയുടെ ചെയർമാൻ തന്നെ ഇന്റർവ്യൂവിൽ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്പേഴ്സ് 10,000 12,000 എന്നുള്ള ആ ഒരു നമ്പേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഇതാണ് ആ ഒരു നമ്പേഴ്സിന്റെ പുറകിലുള്ള ഫാക്ട് എന്ന് പറയുന്നത്. എത്രത്തോളം വേക്കൻസി എന്ന് പറയുന്ന നമ്മൾ കേൾക്കുന്ന ആ നമ്പേഴ്സിന്റെ പുറകിലുള്ള ഒരു ഫാക്ട് ഇതാണ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് വേക്കൻസിയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താണ് കേൾക്കുന്ന നമ്പേഴ്സ്, ഓർ എങ്ങനെയാണ് ഇതുവരെ അറിയത്തില്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ നമ്പേഴ്സ് വരുന്നത്, ആൻഡ് ഏറ്റവും മിനിമം വരുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മേ ബി വിളിക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി നമ്മുടെ ഈ ഒരു SBIയുടെ എക്സാമിന്റെ വേറൊരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ SBIയുടെ ക്ലർക്ക് പിയുടെ പോസ്റ്റിന്റെ ഒരു വേറൊരു ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ സാലറി വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ SBIയുടെ ക്ലർക്ക് PO എന്ന് പറയുന്നത്. നമ്മുടെ യൂഷ്വൽ ക്ലർക്കിന്റെ സാലറി എന്ന് പറയുന്നത്, യൂഷ്വലി നമുക്ക് ബാക്കിയുള്ള ബാങ്ക്സ് ഒക്കെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുന്ന സമയത്ത് ക്ലർക്കിന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 33 to 35 ഇടയ്ക്കാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. 32 to 35 ഇടയ്ക്ക് ആണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. പക്ഷെ നമ്മുടെ SBIയുടെ ക്ലർക്കിലേക്ക് വരുമ്പോൾ ഒരു ഓൾമോസ്റ്റ് 37,000 പ്ലസ് ആണ് അവിടുത്തെ ഒരു സാലറി വരുന്നത് SBIയിൽ. അതുപോലെ തന്നെ നമ്മുടെ SBIയുടെ POയുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഒരു മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 65 to 67,000 പ്ലസ്. ഡെഫിനറ്റ്ലി ആ സിറ്റി അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും, പക്ഷെ 65 to 67,000 ആണ് സ്റ്റാർട്ടിംഗ് മിനിമം സാലറി അല്ലെങ്കിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും SBI PO ഒക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷത്തോളം സാലറി ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ ഈ 1 ലക്ഷം എന്ന് പറയുന്നതിന്റെ പുറകുള്ള റീസൺ എന്താ എന്നുള്ളത് കൂടി പറയാം. നമുക്ക് SBIയുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ, SBIയുടെ ആ ഒരു ജോബിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കുറെ അലവൻസുകളുണ്ട്. മന്ത്ലി അലവൻസ് ഉണ്ട്, ക്വാർട്ടർലി അലവൻസുകളുണ്ട്, ഹാഫ് ഇയർലി അലവൻസുകളുണ്ട്, ആനുവൽ അലവൻസുകളുണ്ട്. ലൈക്ക് നമുക്ക് ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ പെട്രോള്, സോഫ, നമുക്ക് ബാഗ് വാങ്ങിക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറെന്റ് അലവൻസുകളുണ്ട്. അതിൽ ചില അലവൻസുകൾ നമുക്ക് ക്വാർട്ടർലി ആയിരിക്കും കിട്ടുന്നത്, ചിലത് ആനുവലി ആയിരിക്കും കിട്ടുന്നത്, ചിലത് ഹാഫ് ഇയർലി ആയിരിക്കും കിട്ടുന്നത്. ഇത് കൂടാതെ ചിലപ്പം ചിലതൊക്കെ 3 ഇയേഴ്സിലൊക്കെ ഒരിക്കൽ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള അലവൻസുകൾ കൂടി നമ്മൾ ഇതിന്റെ കൂടെ നമ്മുടെ സാലറിയുടെ കൂടെ എടുക്കുമ്പോഴത്തേന്ന് നമുക്ക് ടോട്ടൽ ഓവറോൾ സാലറി നോക്കുമ്പോൾ ഒരു SBI POയുടെ ഏകദേശം ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു 12 lakhs അടുപ്പിച്ചാണ് വരുന്നത്. 12 lakhs ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ. പിന്നെ ആവറേജ് നമ്മൾ അതൊന്ന് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 12 lakhs ആണെങ്കിൽ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് ഏകദേശം എത്ര വരും? 1 lakh വരും. സോ അതാണ് നമ്മൾ ഈ കേൾക്കുന്ന 1 lakh എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി വരുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു പറയുന്ന എമൗണ്ട് ലൈക്ക് 65 to 67,000 റേഞ്ചിലുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. പിന്നെ അത് കൂടാതെ ഈ അലവൻസുകളോടെയൊക്കെ ചേരുമ്പോൾ മന്ത്ലി ചില മാസങ്ങളിൽ കൂടുതലായിരിക്കും, ചില മാസങ്ങളിൽ കുറച്ചുകൂടി കുറവായിരിക്കും. അങ്ങനെയൊക്കെയാണ് ആ ഒരു എമൗണ്ട് വരുന്നത്. ബട്ട് ഇൻ ജനറൽ ഏറ്റവും മിനിമം എന്നൊരു ആംഗിളിൽ പറയുവാണെങ്കിൽ സാലറി വരുന്ന ഏകദേശം ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ഇതിനേക്കാളും ബെറ്റർ സാലറി ഉള്ള ബാങ്കിങ് സെക്ടറിലെ വേറെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ്. നമ്മുടെ RBI ഇതിനേക്കാളും കൂടുതൽ സാലറി ഉള്ള പോസ്റ്റുകൾ വരുന്നത് RBIയിലും അതുപോലെ നബാർഡിലൊക്കെയാണ് നമുക്ക് ഇതിനേക്കാളും കൂടുതലുള്ളത് വരുന്നത്. പക്ഷെ അല്ലാതെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതിന്റെ ഒരു താഴെ നിൽക്കുന്ന രീതിയിലോ അതിന്റെ ജസ്റ്റ് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് സാലറീസ് വരുന്നത്. സോ അതുകൊണ്ടുകൂടിയാണ് ഒരുപാട് പേർക്ക് SBIയുടെ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രീം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഡെഫിനറ്റ്ലി സാലറി ഒരു വലിയ മോട്ടിവേഷൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് തന്നെ നിങ്ങൾ ഇനി വരാതിരിക്കുന്ന എക്സാംസിനും ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യുക. ഇനി ഇതിന്റെ ഒരു എലിജിബിലിറ്റി, ലൈക്ക് ആർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ? ഓക്കെ, അപ്പോൾ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ അവിടുത്തെ മിനിമം ഏജ് ലിമിറ്റ് നമുക്ക് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1 ഏജും 2 ക്വാളിഫിക്കേഷനോ. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 20 years ആൻഡ് ക്ലർക്കിന്റെ കേസിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 28 years ആണ്. പിന്നെ SC ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, OBC ആണെങ്കിൽ 3 years റിലാക്സേഷൻ ഉണ്ട്, SC ST ആണെങ്കിൽ 5 years റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ ബാക്കി കാറ്റഗറിക്കുള്ളത് റിലാക്സേഷൻസ് ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അറിഞ്ഞിരിക്കുക, ഒരു മെജോറിറ്റി കാറ്റഗറിയുടെയും ആ ഒരു ഏജ് ലിമിറ്റ് എന്നുള്ളതാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പം 20 years മിനിമം, 28 ആണ് മാക്സിമം വരുന്നത്. ഇനി SBIയുടെ POയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 years ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 years, 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഗ്രാജുവേഷൻ ഉള്ള ആൾക്കും, ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതൊരു ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ SBIയുടെ PO എക്സാം ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് SBIയുടെ ക്ലർക്കിന്റെ എക്സാം ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രോസസ്സ് ലൈക്ക് എക്സാമിനേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ആദ്യമേ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള സമയം കാണും. അതിനുശേഷം പിന്നെ ഒരു 20 ഡേയ്സിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്ന് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഒക്കെ വന്ന് നമുക്ക് എക്സാം കാണും. അപ്പോൾ ആ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഓഫ് എക്സാം, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലർക്കിനും കാണും, അതേപോലെ തന്നെ നമ്മുടെ POയ്ക്കും രണ്ടുപേർക്കും ഈ ഒരു പ്രിലിംസ് എക്സാം കാണും. നമ്മൾ പ്രിലിംസ് എന്നാണ് പറയുന്നത് ആ ഒരു phase 1 എക്സാമിന്. ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു 30 ഡേയ്സിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഇതിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ആവും. ഈ ഒരു ക്ലർക്കിന്റെ എക്സാമിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ആവും. അപ്പോൾ അത് പബ്ലിഷ് ആവുന്നത് നമ്മൾ ഇനി അടുത്ത ഇതിൽ നിന്ന് മെയിൻസ് എക്സാമിലേക്ക്, സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം, ആ ഒരു മെയിൻസ് എക്സാമിലേക്ക് സെലക്ട് ആയ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടുന്ന് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ആ ഒരു സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്ത് പ്രിലിംസ് എഴുതി പ്രിലിംസിൽ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മാത്രം ആണ് പിന്നെ ഏത് എക്സാം എഴുതുന്നത്, മെയിൻസ് എക്സാം എഴുതുന്നത്. അപ്പൊ മെയിൻസ് എക്സാമും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലർക്കിനും അതുപോലെ തന്നെ POയ്ക്കും രണ്ടുപേർക്കും ആ ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും വേറെ വേറെ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം ഏതൊക്കെയാണ് ഫേസസ് വരുന്നത്, ക്ലർക്കിനും POനും ഏതാ ഇല്ലാത്തത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻസ് എക്സാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 1 month or 1.5 monthന്റെ അകത്ത് നമുക്ക് ഇതിന്റെയും റിസൾട്ട്സ് പബ്ലിഷ് ആവും. ആൻഡ് ഇതിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വരുന്നത് ക്ലർക്കിന്റെ ഒരു പ്രോസസ് ആണെങ്കിൽ ഇവിടെ വെച്ച് ക്ലർക്കിന്റെ ഓൾമോസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. എക്സാമിന്റെ പ്രോസസ്സ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലർക്കിന് വരുന്ന എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്, ബിക്കോസ് ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പബ്ലിക്കായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഓൾറെഡി നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റിൽ തന്നെ സ്കൂളിംഗ് ചെയ്ത ആളാണ്, നിങ്ങളുടെ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്, ഇപ്പം കേരളം ആണെങ്കിൽ മലയാളം പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. കാണത്തില്ല. നമുക്ക് ഇനി ഈ വർഷം വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ബട്ട് അതർവൈസ് യൂഷ്വലി നമുക്ക് അതിന് അവർക്ക് എക്സാം ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോയി അപ്ലൈ ചെയ്യുവാണ്, തമിഴ്നാട്ടിൽ സെലക്ട് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്ത് കാണും, അവിടെ ഞാൻ തമിഴ് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് അവിടെ തമിഴിന്റെ നമുക്കൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, LPT അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റ് കൂടി ക്ലിയർ ചെയ്യണം നമ്മൾ അവിടെ ആ ക്ലർക്കായിട്ട് നമുക്ക് പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. ക്ലർക്കിന്റെ കേസിൽ നമുക്ക് ഇവിടെ വരെയാണ് വരുന്നത്. പക്ഷേ PO ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യ പോസ്റ്റാണ്. അപ്പോൾ ഓൾ ഇന്ത്യ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെയും അവിടെ വരുന്ന ഒരു പ്രോസസ് കൂടി ഉണ്ട്, ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, ഡെഫിനറ്റ്ലി ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവർക്ക് എന്തുണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ചിലപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് വരുന്നത് നമ്മുടെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അവർക്കും വരുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സാമിനേഷന്റെ ഒരു ഓവറോൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാം കണ്ടക്ട് ആവുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാൽ ഒരു 3 to 4 months ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാംസ് ബാങ്ക് എക്സാംസ് ആണ് എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. ഒരു 3 to 4 months ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന നവംബറിൽ വരുവാണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്തോടെ നമ്മുടെ ഓൾമോസ്റ്റ് പ്രിലിംസും മെയിൻസും എല്ലാം തന്നെ കംപ്ലീറ്റ് ആവും. പിന്നെ ബാക്കി വരുന്ന പ്രോസസ്സുകളായിരിക്കും പിന്നെ ആ ഒരു സമയത്ത് വരുന്നത്. നമ്മുടെ എക്സാംസ് എല്ലാം എന്താവും ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് ആവും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാംസ് കണ്ടക്ട് ആവുന്നത്. സോ നമുക്ക് ഇനിയും ഏകദേശം 1 തൊട്ട് 2 മാസത്തോളം ഉണ്ട് നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ വേണ്ടി. സോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ബെറ്റർ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്കോർ കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് സ്കോറിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കുക. അതിന്റെ മുമ്പ് വർഷങ്ങളിൽ നടന്നിട്ടുള്ള കട്ട് ഓഫ് അത് നമുക്ക് വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. ആ ഒരു കട്ട് ഓഫ് ഒക്കെ ആ ഒരു ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ നോക്കുക, ബെറ്റർ സ്കോർ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ ഓൾറെഡി ഇപ്പം ജസ്റ്റ് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എഫോർട്ട് ഇട്ട് അടുത്ത് വരുന്ന ഈ 2 months നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എക്സാം വരുന്നതിനുള്ളിൽ വെച്ച് തന്നെ നിങ്ങൾ ആ ഒരു എക്സാംസിന്റെ മാക്സിമം പോർഷൻസ് ആൻഡ് ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ആ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ബിക്കോസ് ആ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രം മതി, നമുക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അതിന്റെ മാർക്ക് മുമ്പിലത്തെ എക്സാമിലേക്കോ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കോ കൊണ്ടുപോകത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാക്സിമം എഫോർട്ട് ഇട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ SBI ക്ലർക്ക് വരാൻ പോകുന്ന SBI ക്ലർക്ക് ആൻഡ് POയുടെ ആ ഒരു എക്സാമിനെ കുറിച്ച് എസ്പെഷ്യലി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബാച്ച് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ബാച്ചിനോടൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിനോട് ജോയിൻ ചെയ്തും പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ എൻട്രിയിലും SBIയുടെ POനും ക്ലർക്കിനും വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 773611
2215 എന്ന് പറഞ്ഞ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ, എസ്പെഷ്യലി ഇപ്പോൾ ഉള്ള ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടെ, ലൈക്ക് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി സ്റ്റഡി പ്ലാൻ, ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് അത് പ്രോപ്പർലി അടുത്ത് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനും ആ ഒരു എഫേർട്ട്, കുറച്ചുകൂടി ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എക്സാം ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും ഈ വരുന്ന സമയത്തിൻ്റെ അകത്ത് തന്നെ. സോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ എല്ലാവർക്കും, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വർഷം തന്നെ ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.